ഒരു കമ്പനി എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത്? അവരുടെ ഷെയറുകൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എങ്ങനെയാണ് വാങ്ങാൻ പറ്റുന്നത്? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വലിയ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുകയാണ്. സെനോറസ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന ഒരു കമ്പനിയുടെ യഥാർത്ഥ IPO ഡോക്യുമെന്റ് ഉപയോഗിച്ച് ഒരു കമ്പനി പബ്ലിക് ആകുന്നതിന്റെ ഓരോ ഘട്ടവും നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണല്ലേ, ഇന്ന കമ്പനി IPOയുമായി വരുന്നു, പബ്ലിക് ആകാൻ പോകുന്നു എന്നൊക്കെ. പക്ഷേ എന്താണ് ശരിക്കും ഇതിന് പിന്നിലുള്ളൊരു പ്രോസസ്സ്? കുറച്ച് ആളുകളുടെ മാത്രം കയ്യിലുള്ളൊരു പ്രൈവറ്റ് കമ്പനി എങ്ങനെയാണ് നമ്മളെപ്പോലുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഷെയർ വാങ്ങാൻ പറ്റുന്നൊരു പബ്ലിക് കമ്പനിയായിട്ട് മാറുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഒരൊറ്റ ഡോക്യുമെന്റിലുണ്ട്. അതാണ് കമ്പനിയുടെ പ്രോസ്പെക്ടസ്. നൂറുകണക്കിന് പേജുകൾ, സങ്കീർണമായ നിയമവശങ്ങൾ, തലകറങ്ങുന്ന കണക്കുകൾ. പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമെടുത്ത് ലളിതമായി നിങ്ങൾക്കെത്തിക്കാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. ശരി, അപ്പം നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ IPO? എന്തിനു വേണ്ടിയാണ് ഒരു കമ്പനി ഇങ്ങനൊരു വലിയ കടമ്പ കടക്കുന്നത്? IPO, അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ആ പേര് പറയുന്നത് പോലെ തന്നെ ഒരു കമ്പനി അവരുടെ വാതിലുകൾ ആദ്യമായിട്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ് ആണിത്. അതോടെ ആർക്ക് വേണമെങ്കിലും ആ കമ്പനിയുടെ വളർച്ചയിൽ ഒരു ചെറിയ പങ്ക് സ്വന്തമാക്കാനുള്ള അവസരം കിട്ടുന്നു. അപ്പോൾ ഈ യാത്രയ്ക്ക് പ്രധാനമായും ഒരു 4 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തത്, കമ്പനിക്ക് വളരാൻ കൂടുതൽ പണം വേണം, അതിനുവേണ്ടി ഷെയറുകൾ വിൽക്കാൻ അവർ തീരുമാനിക്കുന്നു. രണ്ടാമത്, കമ്പനിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ ആ വലിയ പ്രോസ്പെക്ടസ് സെബി പോലുള്ള റെഗുലേറ്റർമാർക്ക് കൊടുക്കുന്നു. മൂന്നാമത്, ഓരോ ഷെയറിനും ഒരു വിലയിട്ട് അത് നിക്ഷേപകർക്ക് വിൽക്കുന്നു. അവസാനം 4ാമത്തെ സ്റ്റെപ്പിൽ ആ കമ്പനിയുടെ പേര് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരുന്നു. അതോടെ നമുക്ക് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ആ ഷെയർ വാങ്ങാനും വിൽക്കാനും പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ക്ലിയർ ആകാൻ നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാം. സെനോറസ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിയുടെ IPO. സെനോറസ് എന്ന് പറയുന്നത് 2017 തുടങ്ങിയ താരതമ്യേന ഒരു പുതിയ കമ്പനിയാണ്. പക്ഷേ അവരുടെ പ്രവർത്തനം നോക്കിയാൽ അത് ഗ്ലോബലാണ്. അമേരിക്ക, കാനഡ, UK ഇതുപോലുള്ള വളരെ കർശനമായ നിയമങ്ങളുള്ള മാർക്കറ്റുകളിലാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലുമായി ഏകദേശം 43 രാജ്യങ്ങളിലും ഇവർ മരുന്ന് വിൽക്കുന്നുണ്ട്. അഡ്രിനാലിൻ, ആന്റിബയോട്ടിക്കുകൾ പോലുള്ള വളരെ പ്രധാനപ്പെട്ട മരുന്നുകളാണ് അവരുണ്ടാക്കുന്നത്. ഇനി ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ഇവിടെയാണ് ഈ കഥയിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് കിടക്കുന്നത്. കമ്പനിയുടെ മൊത്തം വരുമാനത്തിന്റെ 61%, അതായത് ഭൂരിഭാഗവും വരുന്നത് ഒരൊറ്റ രാജ്യത്തു നിന്നാണ്, അമേരിക്ക. ഇത് ഒരു തരത്തിൽ നോക്കിയാൽ അവരുടെ ഏറ്റവും വലിയ ശക്തിയാണ്. പക്ഷെ മറ്റൊരർത്ഥത്തിൽ അവരുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ്സും ഇതേ കാര്യമാകാം. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് വഴിയെ കാണാം. ശരി, ഇനി നമുക്ക് നേരെ ഈ IPOയുടെ കണക്കുകളിലേക്ക് വരാം. എത്ര രൂപയാണ് കമ്പനി ഇതിലൂടെ ഉണ്ടാക്കാൻ നോക്കുന്നത്? ഒരു ഷെയറിന് എന്ത് വില വരും? അപ്പോൾ ഈ IPOയിലെ ഒരു ഷെയറിന് അവർ വെച്ചിരിക്കുന്ന വില 399 രൂപയാണ്. ഈ വിലയ്ക്കാണ് ആദ്യത്തെ നിക്ഷേപകർക്ക് കമ്പനിയിലൊരു ചെറിയ ഉടമസ്ഥാവകാശം വാങ്ങാൻ അവസരം കിട്ടുന്നത്. നോക്കൂ, ഈ IPOയിൽ 2 തരം സെയിൽസ് നടക്കുന്നുണ്ട്. ഒന്നാമത്തത് ഫ്രഷ് ഇഷ്യൂ. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കമ്പനി പുതിയ ഷെയറുകൾ ഉണ്ടാക്കി വിൽക്കുന്നു. അതിലൂടെ അവർക്ക് 500 കോടി രൂപ കിട്ടും. രണ്ടാമത്തത് ഓഫർ ഫോർ സെയിൽ. ഇവിടെ കമ്പനിയുടെ നിലവിലുള്ള ചില ഉടമസ്ഥർ അവരുടെ കയ്യിലുള്ള ഷെയറുകൾ വിറ്റ് പണമാക്കുന്നു. അതിലൂടെ ഏകദേശം 82 കോടി രൂപയും വരുന്നുണ്ട്. ഇതൊന്ന് ശ്രദ്ധിക്കണം, കാരണം ഒരു IPO നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണിത്. ഫ്രഷ് ഇഷ്യൂ വഴി കിട്ടുന്ന 500 കോടി രൂപയും നേരെ പോകുന്നത് കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ്. കമ്പനിയുടെ വളർച്ചയ്ക്ക് ആ പണം ഉപയോഗിക്കാം. പക്ഷേ ഓഫർ ഫോർ സെയിൽ വഴി കിട്ടുന്ന 82 കോടി രൂപ കമ്പനിക്ക് കിട്ടില്ല. അതാ ഷെയറുകൾ വിറ്റ പഴയ ഓണർമാരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏതൊരു പ്രോസ്പെക്ടസിലും ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മൾ നിക്ഷേപകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുമായൊരു ഭാഗമാണത്, റിസ്ക് ഫാക്ടേഴ്സ്. ഇവിടെയാണ് കമ്പനി അവരുടെ കുറവുകളും പ്രശ്നങ്ങളുമൊക്കെ നിയമപരമായിട്ട് തുറന്നു പറയുന്നത്. നമുക്ക് നോക്കാം സെനോറസിന്റെ പ്രധാനപ്പെട്ട തലവേദനകൾ എന്തൊക്കെയാണെന്ന്. ഇതൊന്ന് നോക്കൂ, കമ്പനി തന്നെ തുറന്ന് സമ്മതിക്കാണ് അവരുടെ ബിസിനസ് മുന്നോട്ടു പോകുന്നത് കുറച്ച് വലിയ വിതരണക്കാരെയും മാർക്കറ്റിംഗ് പാർട്ട്ണർമാരെയും ആശ്രയിച്ചാണ്. അവരിൽ ആരെങ്കിലും പിന്മാറിയാൽ ബിസിനസ് ബുദ്ധിമുട്ടിലാകുമെന്ന്. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ട ആ ഒരു വാചകത്തിന്റെ ശരിക്കുള്ള അർത്ഥമെന്താണെന്നറിയാമോ? ഇതാണ് ആ ഞെട്ടിക്കുന്ന കണക്ക്. 2024 കമ്പനിക്ക് കിട്ടിയ വരുമാനത്തിന്റെ 70%വും വെറും 10 കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അതിലൊരു 2 പേരെ ഓർഡർ നിർത്തിയാൽ മതി, കമ്പനിയുടെ വരുമാനത്തിൽ വലിയൊരു ഇടിവുണ്ടാകും. ഇതിനെയാണ് കോൺസെൻട്രേഷൻ റിസ്ക് എന്ന് പറയുന്നത്. ഓർക്കുന്നുണ്ടോ, നമ്മൾ കുറച്ചു മുൻപ് ഒരു ഡോണറ്റ് ചാർട്ട് കണ്ടത്? ആ ചാർട്ടിലെ 61% എന്ന കണക്കിലെ അതിവിടെ ഒരു വലിയൊരു മുന്നറിയിപ്പായിട്ട് തിരിച്ചു വരുവാണ്.
വരുമാനത്തിന്റെ ഏറ്റവും വലിയ ഭാഗം അമേരിക്കയിൽ നിന്നാണ് കിട്ടുന്നതെന്ന് കമ്പനി വീണ്ടും അടിവരയിട്ട് പറയുന്നു. ഇതിന്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ വളരെ വലുതാണ്. നാളെ അമേരിക്കൻ ഗവൺമെന്റ് എന്തെങ്കിലും പുതിയ നിയമം കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ മരുന്ന് ഇറക്കുമതിക്ക് പുതിയ നിബന്ധനകൾ വെച്ചാൽ, അല്ലെങ്കിൽ അവിടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ, അതിന്റെ എല്ലാം ആദ്യത്തെ അടി കിട്ടുന്നത് സെനോറേസിനായിരിക്കും. ഒരൊറ്റ രാജ്യത്തെ ഇത്രയധികം ആശ്രയിക്കുന്നത് എപ്പോഴും ഒരു വലിയ റിസ്ക് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഇത്രയൊക്കെ റിസ്ക് മുന്നിൽ കണ്ടിട്ടും എന്തിനാണ് സെനോറസ് പബ്ലിക് ആകുന്നത്? ഈ IPO വഴി കിട്ടാൻ പോകുന്ന ആ 500 കോടി രൂപ അവർ എന്ത് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്? നമുക്ക് അവരുടെ ഭാവി പരിപാടികൾ എന്താണെന്ന് നോക്കാം. ഈ ചാർട്ട് നോക്കിയാൽ അവരുടെ ഗെയിം പ്ലാൻ എന്താണെന്ന് നമുക്ക് വ്യക്തമാവും. കിട്ടാൻ പോകുന്ന പൈസയിലെ ഏറ്റവും വലിയൊരു ഭാഗം 34% അവർ ഉപയോഗിക്കാൻ പോകുന്നത് മറ്റ് കമ്പനികളെ ഏറ്റെടുക്കാനാണ്. ഇത് അവരുടെ വളർച്ച കൂട്ടാൻ സഹായിക്കും. രണ്ടാമത്തെ വലിയ ഭാഗം 23% അമേരിക്കയിൽ തന്നെ പുതിയൊരു ഫാക്ടറി തുടങ്ങാനാണ്. അതായത് അമേരിക്കൻ മാർക്കറ്റിലെ റിസ്ക് അവർക്കറിയാം, പക്ഷേ അവിടെ തന്നെ കൂടുതൽ ശക്തമാകാനാണ് അവരുടെ തീരുമാനം. ബാക്കി വരുന്ന തുക കടം വീട്ടാനും ദിവസേനയുള്ള പ്രവർത്തനങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കും. പിന്നെ ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അടുത്ത 3 വർഷത്തേക്കുള്ളൊരു പ്ലാനാണ് അവർ വെച്ചിരിക്കുന്നത്. 2025 കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ പണം ഉപയോഗിക്കും. 2026 27 അമേരിക്കയിലെ ആ പുതിയ ഫാക്ടറിക്ക് വേണ്ടിയുള്ള പ്രധാന ഇൻവെസ്റ്റ്മെന്റ് നടക്കുക. ഇതൊരു ലോങ് ടേം പ്ലാനാണ്. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഏറ്റവും അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായൊരു ചോദ്യത്തിലാണ്. ഒരു സൈഡിൽ കുറച്ച് കസ്റ്റമേഴ്സിനെയും അമേരിക്കൻ മാർക്കറ്റിനെയും മാത്രം ആശ്രയിക്കുന്ന വലിയ റിസ്കുകൾ, മറുവശത്ത് ഈ IPO വഴി കിട്ടുന്ന കോടിക്കണക്കിന് രൂപ വെച്ചുള്ള വലിയ സ്വപ്നങ്ങൾ. അപ്പോൾ ഈ IPO സെനോറേസിനെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു റോക്കറ്റാകും. ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡിറ്റക്റ്റീവിന്റെ റോളിലാണ് കേട്ടോ. ഒരു കമ്പനിയുടെ സാമ്പത്തിക റിപ്പോർട്ടിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കഥ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമ്മൾ പത്രത്തിലൊക്കെ കാണാറില്ലേ, അല്ലെങ്കിൽ വാർത്തയിലൊക്കെ, ഇന്ന കമ്പനിക്ക് കോടികളുടെ ലാഭം, റെക്കോർഡ് വരുമാനമെന്നൊക്കെ. അപ്പോൾ നമ്മൾ ആലോചിക്കാറില്ലേ, ഈ നമ്പറൊക്കെ എവിടുന്ന് വരുന്നു, എന്താ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന്? അപ്പോൾ ഈ വലിയ കണക്കുകളുടെ എല്ലാം ഉറവിടം ഇതുപോലുള്ള റിപ്പോർട്ടുകളാണ്. കാണുമ്പോൾ ചിലപ്പോൾ കുറേ നമ്പറും ടേബിളും ഒക്കെ ആയിട്ട് ഒരു പേടി തോന്നാം, അല്ലേ? പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരു അടിപൊളി കഥയുണ്ട്. നമുക്കൊരുമിച്ച് അതൊന്ന് പൊളിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? നമ്മുടെ ഈ അന്വേഷണത്തിൻ്റെ തുടക്കം തന്നെ ഒരു 1.5 കണ്ടെത്തൽ നിന്നാണ്. ഈ കമ്പനിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലെ ആ ഒരു ഹെഡ്ലൈൻ നമ്പറിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ആ നമ്പർ, +95%, 95%. ഒന്ന് ഓർത്തു നോക്കൂ. കഴിഞ്ഞ വർഷം ഇതേ സമയത്തേക്കാൾ നികുതിയൊക്കെ കൊടുത്തതിന് ശേഷമുള്ള ലാഭത്തിൽ ഏകദേശം ഇരട്ടിയോളം വർധനവ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇതെങ്ങനെ സംഭവിച്ചു? അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല, ഒരു ട്രെൻഡ് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. നോക്കൂ, കഴിഞ്ഞ വർഷം ആദ്യ പാദത്തിൽ, അതായത് Q1 ഏകദേശം 10.9 കോടിയായിരുന്നു ലാഭം. അത് ആ വർഷം അവസാനം Q4 ആയപ്പോഴേക്കും 18 കോടിയായി. ഇപ്പോഴിതാ ഈ വർഷത്തെ Q1 അത് 21.2 കോടിയിലെത്തി നിൽക്കുന്നു. ശരിക്കും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രോത്ത് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ നമ്പറുകളുടെയൊക്കെ പ്രൂഫ് എവിടെയാ? നമുക്ക് ആ റിപ്പോർട്ടിലെ ടേബിളിലേക്ക് തന്നെ പോകാം. ഇവിടെ നോക്കിയാൽ കാര്യം ക്ലിയർ ആവും. ആദ്യത്തെ ലൈൻ കണ്ടോ, പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം. അത് കഴിഞ്ഞ വർഷം ഏകദേശം 80 കോടിയായിരുന്നത് ഈ വർഷം 138 കോടിയായിട്ട് കുതിച്ചുയർന്നു. തീർച്ചയായും ബിസിനസ് കൂടുമ്പോൾ ചെലവും കൂടും, അതും കൂടിയിട്ടുണ്ട്. എന്നാലും ആ വരുമാനത്തിനുണ്ടായ വൻ കുതിച്ചുചാട്ടമാണ് ലാഭം 10.9 കോടിയിൽ നിന്ന് 21 കോടിക്ക് മുകളിലേക്ക് എത്തിച്ചത്. ശരി, വരുമാനം കൂടി, ലാഭം കൂടി എന്നൊക്കെ നമ്മൾ കണ്ടു. അടുത്ത ചോദ്യം ഇതാണ്, ഈ പണമൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? കമ്പനിയുടെ ഏത് ബിസിനസ്സാണ് ഇത്രയും വരുമാനമുണ്ടാക്കുന്നത്? ഈ ചാർട്ടൊന്ന് നോക്കിക്കേ. ഇവരുടെ ടോട്ടൽ വരുമാനം എങ്ങനെയൊക്കെയാണ് വിഭജിച്ചിരിക്കുന്നതെന്ന് ഇതിൽ വ്യക്തമാണ്. ആ വലിയ നീലഭാഗം കണ്ടില്ലേ, 65%. അത് വരുന്നത് നിയന്ത്രിത വിപണികൾ എന്നു പറയുന്ന സെഗ്മെന്റിൽ നിന്നാണ്. അതായത് അതാണ് ഇവരുടെ മെയിൻ ഏരിയ. ഇനി നമുക്ക് ഇവരുടെ 2 പ്രധാന ബിസിനസ് ഏരിയകളെ ഒന്ന് താരതമ്യം ചെയ്യാം. ആ നിയന്ത്രിത വിപണികളിൽ നിന്ന് മാത്രം 90 കോടി രൂപയുടെ വരുമാനമുണ്ട്. വളർച്ചയോ 69%. അതും ഒരു വർഷം കൊണ്ട്. മറ്റേ ഭാഗമായ വളർന്നുവരുന്ന വിപണികളിൽ വരുമാനം 29 കോടിയും വളർച്ച 32%. അപ്പോൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഇവരുടെ ഏറ്റവും വലിയ ബിസിനസ് ഏരിയ തന്നെയാണ് ഏറ്റവും വേഗത്തിൽ വളരുന്നതും. ഇതൊരു കിടിലൻ കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പം ഈ വളർച്ചയുടെയൊക്കെ പിന്നിൽ യഥാർത്ഥ കാരണമെന്താ? എന്താണതിന് ഇന്ധനം നൽകിയത്? നമ്മുടെ ഡിറ്റക്റ്റീവ് കഥയിലെ അടുത്ത തുമ്പ് വരുന്നത് ഇവിടെയാണ്. കമ്പനി അടുത്തിടെ നടത്തിയ ഒരു വലിയ നീക്കം, അവരുടെ IPO, അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്.
അതെ, 2024 ഡിസംബറിൽ സെനോറസ് ഒരു IPO നടത്തി. അതിലൂടെ അവർ 500 കോടി രൂപ സമാഹരിച്ചു. ഒരു കമ്പനിക്ക് ഇത്രയും വലിയൊരു തുക കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ആ പണം ഉപയോഗിച്ചവർക്ക് ബിസിനസ് വികസിപ്പിക്കാനും പുതിയ നിക്ഷേപങ്ങൾ നടത്താനും സാധിക്കും. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഈ പണം അവർ എന്തു ചെയ്തു എന്നതിന്റെ കണക്കും ഈ റിപ്പോർട്ടിൽ തന്നെയുണ്ട്. ദാ നോക്കൂ, കിട്ടിയ 500 കോടിയിൽ ഏകദേശം 241 കോടി രൂപ അവർ ഇതിനകം ഉപയോഗിച്ചു കഴിഞ്ഞു. അതിൽ തന്നെ ഒരു വലിയ ഭാഗം, അതായത് 93 കോടിയോളം കടം തിരിച്ചടയ്ക്കാനാണ് ഉപയോഗിച്ചത്. ബാക്കി തുക ദൈനംദിന പ്രവർത്തനങ്ങൾക്കും പുതിയ വളർച്ചാ പദ്ധതികൾക്കും വേണ്ടിയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ IPOയിലൂടെ കിട്ടിയ പണം വെറുതെയിരിക്കുകയല്ല, അത് കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങി. വെറും കണക്കുകൾ മാത്രമല്ല, കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സ്വപ്നിൽ ഷാ പറയുന്നതൊന്ന് കേട്ടുനോക്കൂ. അവരുടെ കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് ബിസിനസ് പ്ലാൻ ചെയ്തതുപോലെ തന്നെ വളരുന്നുണ്ടെന്നും പുതിയ പുതിയ കസ്റ്റമേഴ്സ് വരുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഫിനാൻഷ്യൽ സ്ട്രാറ്റജിയും യഥാർത്ഥ ബിസിനസ്സും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഒരു റിപ്പോർട്ട് വായിക്കുമ്പോൾ നമ്മൾ അക്കങ്ങൾ മാത്രം നോക്കിയാൽ പോരാ. ചിലപ്പോൾ അക്കങ്ങളേക്കാൾ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അതിലെ കുറിപ്പുകളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം. അതിലൊന്നാണ് കമ്പനിയുടെ നേതൃത്വനിരയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. നമുക്ക് അങ്ങനെയൊരു സൂചനയുണ്ടോ എന്ന് നോക്കാം. ദാ കിട്ടിപ്പോയി. റിപ്പോർട്ടിലൊരു പ്രധാന നിയമനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മിസ്റ്റർ ജിഗ്നേഷ് ശശികാന്ത് ദേശായി എന്നൊരാളെ പുതിയ പ്രസിഡന്റ് ഫിനാൻസായി നിയമിച്ചിരിക്കുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല, കാരണം ഇദ്ദേഹത്തിന് ഈ ഫീൽഡിൽ 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉണ്ട്. കാഡില, സൈഡസ് കാഡില പോലുള്ള വലിയ കമ്പനികളിലൊക്കെ ഉയർന്ന പദവിയിലിരുന്ന ആളാണ്. ഇത്രയും ശക്തനായ ഒരാളെ ഫിനാൻസ് കൈകാര്യം ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ അത് കമ്പനി അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ എത്ര സീരിയസ് ആയിട്ടാണ് കാണുന്നത് എന്നതിന്റെ തെളിവാണ്. ശരി, അപ്പോൾ നമ്മുടെ കയ്യില് എല്ലാ തുമ്പുകളുമായി. ഇനി ഇതെല്ലാം ഒന്ന് കോർത്തിണക്കി ഈ കമ്പനിയുടെ വളർച്ചയുടെ കഥ എന്താണെന്ന് ഒറ്റനോട്ടത്തിൽ നോക്കിയാലോ? കഥ ഇങ്ങനെയാണ്. സ്റ്റെപ്പ് 1, കമ്പനി IPO വഴി 500 കോടി രൂപ കയ്യിലെത്തിച്ചു. സ്റ്റെപ്പ് 2, അതിൽ നിന്ന് ഏകദേശം 241 കോടി രൂപ കടം വീട്ടാനും ബിസിനസ് വളർത്താനും ഉപയോഗിച്ചു. സ്റ്റെപ്പ് 3, ഈ പണം ഉപയോഗിച്ച് അവർ, പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റിൽ, മികച്ച പ്രകടനം കാഴ്ചവെച്ചു, വരുമാനം കൂട്ടി. സ്റ്റെപ്പ് 4, അതിന്റെ എല്ലാം ഫലമായി ലാഭത്തിൽ 95% ഒരു വമ്പൻ കുതിച്ചുചാട്ടം. കണ്ടില്ലേ ഓരോ തുമ്പും അടുത്തതിലേക്ക് എങ്ങനെ കൃത്യമായി നയിക്കുന്നുവെന്ന്? അപ്പോൾ ഈയൊരു വിശകലനത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്താണ്? ഒരു സാമ്പത്തിക റിപ്പോർട്ട് എന്ന് പറയുന്നത് വെറുമൊരു കണക്കുകളുടെ കൂട്ടമല്ല, അത് ഒരു കഥയാണ്. അക്കങ്ങൾക്ക് പിന്നിലെ ആ കഥ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. അതിലെ ഓരോ ടേബിളും ഓരോ നോട്ടും മാനേജ്മെന്റിന്റെ ഓരോ കമന്റും ആ കഥയിലെ ഓരോ തുമ്പുകളാണ്. ഈ ഒരു ഡിറ്റക്റ്റീവ് മനോഭാവത്തോടെ സമീപിച്ചാൽ ആർക്കും ഈ കഥ വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയൊരു കമ്പനിയുടെ റിപ്പോർട്ട് കാണുമ്പോൾ വെറും അക്കങ്ങൾ നോക്കാതെ അതിലെ കഥ കണ്ടെത്താൻ ശ്രമിക്കില്ലേ?